ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ മറ്റൊരു ബഡ്ജറ്റ് ഡിവൈസ് ആയിട്ടാണ് അൺബോക്സിങ്ങിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഐടെൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഡിവൈസ് ഇറക്കിയിരുന്നു. ഐടെൽ P55, അതായത് പവർ സീരീസ് എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ഇറക്കിയത്. 3 ഡിവൈസാണ്. ഐടെൽ P55 പ്ലസ്, P55T, പിന്നെ ബേസ് P55. അപ്പോൾ P55 പ്ലസിൻ്റെ അൺബോക്സിങ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തായിരുന്നു. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 9499 രൂപയാണ് വില വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് നമ്മൾ വീഡിയോ ചാനലിൽ ചെയ്യേണ്ടായി. അപ്പോൾ അടുത്ത ഡിവൈസ് എന്ന് പറഞ്ഞാൽ അതിലും കുറച്ചും കൂടെ പ്രൈസ് കുറവാണ്. ഇതിനകത്ത് വരുന്നത് P55T എന്ന് പറഞ്ഞ ഡിവൈസാണ്. 50 മെഗാ പിക്സൽ ക്യാമറയൊക്കെ വന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 6000 mAh ബാറ്ററി ഇൻക്ലൂഡഡ് ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് 120 GB സ്റ്റോറേജും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 8199 രൂപയാണ്, അതായത് 8200 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് ഓഫ്ലൈനിൽ അവൈലബിൾ ആയ ഡിവൈസാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ P55Tൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ P55T ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നമുക്ക് കാണാം ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് P55T 50 മെഗാ പിക്സൽ AI ഡ്യുവൽ ക്യാമറ, പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 8 GB റാമാണ് വരുന്നത്. എക്സ്റ്റെൻഡബിൾ റാമാണ്, വെർച്വൽ റാമാണ്. 4 GB ആണ് വരുന്നത്. 128 GB റോമാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ, അതായത് പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുന്നത് 6.6 inches HD+ 90 Hz പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 128 GB സ്റ്റോറേജ്, 50 മെഗാ പിക്സൽ AI ഡ്യുവൽ ക്യാമറ, 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അതിനൊപ്പം തന്നെ 6000 mAh ബാറ്ററിയും 18 വാട്ട് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യൂണിസോക്കറ്റ് T606 ഒക്ടോകോർ പ്രോസസ്സറാണ്. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. 2 കളറിലാണ് അവൈലബിൾ ആവുന്നത്, ആസ്ട്രൽ ബ്ലാക്കും ആസ്ട്രൽ ഗോൾഡും. പിന്നെ 1200 പരം സർവീസ് സെൻറ്റർ ഐടെലിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ഡിവൈസാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് P55ൻ്റെ ബാക്കിയുള്ള സ്പെക്സ് ഒന്നുകൂടെ എഴുതിയത് കാണാം. ഒരു എന്താ പറയുക, ഗോൾഡ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് ബാക്കി വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് തുറക്കുമ്പോൾ ഒരു കേസാണ് വരുന്നത്. അതിനൊപ്പം തന്നെ വാറൻറ്റി ഇൻഫർമേഷൻ ഗൈഡാണ്. നല്ലൊരു കേസാണ്, TPU കേസാണ് വരുന്നത്. പിന്നെ നമുക്ക് 18 വാട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ്. ഇത് 18 വാട്ടാണ് ചാർജിങ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 6000 mAh ബാറ്ററി, 18 വാട്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചാർജറാണ് വരുന്നത്. പിന്നെ ഒരു USB Type-C to Type-A to Type-C ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നും കാണാം. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഐടെൽ P55T എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു ഗോൾഡ് കളറാണ് വരുന്നത്. ഇതിനകത്ത് ബാക്കിലൊരു പാറ്റേൺ ഫിനിഷ് കാണാം. നമുക്ക് AI ഡ്യുവൽ ക്യാമറയും ഫ്ലാഷുമാണ് വരുന്നത്. നല്ലൊരു യൂണിറ്റാണ് വരുന്നത്. ഇവിടെ കംപ്ലീറ്റ്ലി ഒരു പാറ്റേൺ കാണാം. പിന്നെ പ്രത്യേകം എന്താ വെച്ചാൽ 8200 രൂപയ്ക്ക് നമുക്കിവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു ആസ്പെക്ട് തന്നെയല്ലേ. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. അപ്പോൾ 90 Hz ഡിസ്പ്ലേയാണ്, അതും നല്ല ഒരു ഫീച്ചറാണ്. പിന്നെ ഡിസൈൻ ലാംഗ്വേജ് പറയുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗുഡ് ലുക്കിംഗ് ഡിവൈസ് ഡെഫിനറ്റ്ലി പറയാം. ക്യാമറ സെറ്റപ്പ് ഒക്കെ നല്ലതാണ്. ഇനി നമുക്ക് ഡിസൈൻ്റെ കാര്യത്തിൽ പറയുക ഇവിടെ കണ്ടില്ലേ, നമുക്ക് 50 മെഗാ പിക്സൽ AI ക്യാമറ, പിന്നെ ഇവിടെ പവർ സീരീസ് എന്ന് എഴുതിയതും കാണാം. പിന്നെ ഇവിടെ നമുക്ക് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനറും വോളിയം റോക്കർ കീസുമാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. 3.5 മെമ്മറി ജാക്ക്, USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റാണ് വരുന്നത്. ഇവിടെ സിം ട്രേ ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് പാനലിൽ നമുക്ക് ഡിസ്പ്ലേ, അതിനകത്ത് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി നല്ല ആസ്പെക്റ്റാണ് നമുക്ക് പറയാം. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി പഠിച്ച് 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്സിൽ പോകാം. അതുണ്ടല്ലേ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഞാൻ 60, 90 അല്ലെങ്കിൽ ഓട്ടോ സ്വിച്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 90ലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിലും ഒരു HD+ ഡിസ്പ്ലേ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ബെസൽസ് ഒക്കെ ആണെങ്കിലും മിനിമലാണ്. താഴത്തെ ബെസൽസ് കുറച്ച് അധികം ഉണ്ട്, എങ്കിലും അത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല കളേഴ്സും അത്യാവശ്യം നല്ല വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ 8200 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇതിനകത്ത് Android 14ൻ്റെ Go എഡീഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് Go എഡീഷൻ നോക്കാം. എബൌട്ട് ഫോൺ ഇതുണ്ടല്ലേ, ഇവിടെ മൈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഐടെൽ P55T, ഇത് ആൻഡ്രോയിഡ് എഡീഷൻ 14. ഇത് ആൻഡ്രോയിഡ് Go എഡീഷനാണ് വരുന്നത്. ഇത് പ്രോബ്ലി ആദ്യത്തെ ഫോണാണെന്ന് തോന്നുന്നു ആൻഡ്രോയിഡ് 14 Go എഡീഷൻ വരുന്നത്. 4 GB റാം, എക്സ്പാൻഡബിൾ ആണ്. പിന്നെ 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ, യൂണിസോക്ക് T606 ചിപ്പാണ് വരുന്നത്. 128 GB സ്റ്റോറേജും 6000 mAh കപ്പാസിറ്റി ബാറ്ററി, HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ല ഫാസ്റ്റ് ആണ്. അത് ആൻഡ്രോയിഡ് Go എഡീഷൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ബാറ്ററി ലാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാം. പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻസിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ കണ്ടില്ലേ
മെമ്മറി ഫ്യൂഷൻ, ലൈറ്റ് എഫക്ട്സ്, ഡൈനാമിക് ബാർ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. റെസ്പോൺസീവ് UI ആണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണല്ലോ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നുമല്ല, എന്നാൽ പോലും ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. പിന്നെ ബ്ലോട്ട് വേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്ന് കുഴപ്പമില്ലാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വലിയധികം അൺവാണ്ടഡ് ആപ്സ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ UI എക്സ്പീരിയൻസ് നമുക്കറിയാമല്ലോ, അത് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, ഡെഫിനറ്റ്ലി പറയാം. കുഴപ്പമൊന്നുമില്ല. ബഡ്ജറ്റ് സെഗ്മെൻറ്റിലാകുമ്പോൾ നമുക്ക് ചില കോംപ്രമൈസസ് ഒക്കെ ഉണ്ടാവും, എങ്കിലും ഇത് ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ ഇത് 4G ഡിവൈസാണ്. പിന്നെ ഡ്യുവൽ സിം കാർഡും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ആസ്പെക്റ്റ് പറയുക. പിന്നെ യൂണിസോക് T606 എനിക്കറിയാം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തരുന്ന UI ലാഗൊന്നും ഇല്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ചിപ്പ് കൂടിയാണ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. അപ്പോൾ 8200 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് ചിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ക്യാമറയിലോട്ട് പോകാം. നമുക്ക് 50 മെഗാപിക്സൽ AI ഡ്യുവൽ ക്യാമറയാണ് വരുന്നത് റിയർ പാനലിൽ. പിന്നെ നമുക്ക് ഒരു 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ UI എന്ന് എടുത്ത് നോക്കാം. അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് മോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് 1080p റെസൊല്യൂഷനാണ് മാക്സിമം സപ്പോർട്ടഡ്, 720p 1080p. പിന്നെ വീഡിയോ, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, സൂപ്പർ നൈറ്റ് മോഡ്, അതേപോലെ അൾട്രാ HD മോഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉള്ള UI എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം ITEL P55T എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഒരു ബഡ്ജറ്റ് ഡിവൈസ് നിലയ്ക്ക് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ക്യാമറ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കളേഴ്സും ഉണ്ട്, ഡീറ്റെയിൽസും ഉണ്ട്. ഒരു 8200 രൂപയ്ക്ക് വേണ്ട ഒരു ക്യാമറ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്യാമറയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് 6000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ 18 watt ചാർജിങ് ആണ് വരുന്നത്. 18 watt ചാർജിങ് എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഏറെക്കുറെ സ്റ്റാൻഡേർഡ് എക്സ്പീരിയൻസ് ആണ്. ചില ഫോൺസിൽ അതിൽ കൂടുതലുണ്ട്, എന്നാൽ ഇതിനകത്ത് 6000 mAh ബാറ്ററി ഉണ്ട്. അതൊരു 2-2.25 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും, കാരണം അത്രയും നല്ല കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. പിന്നെ ഒരു ബഡ്ജറ്റ് ഡിവൈസ് ആണല്ലോ, അപ്പോൾ ഒരു ഹെവി ടാസ്ക് ഒന്നും റൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ബാറ്ററി നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായിട്ടും കിട്ടുന്നത്. പിന്നെ ഇത് 128GB വേരിയൻറ്റിലാണ് അവൈലബിൾ ആവുന്നത്. ഇത് ഓഫ്ലൈൻ മാർക്കറ്റിലാണ് വരുന്നത്. അപ്പോൾ ITEL P55T. അപ്പോൾ ഇതായിരുന്നു P55Tൻ്റെ അൺബോക്സിങ് ആൻഡ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിനെ കുറിച്ച് എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.